ഗൾഫ് മേഖലയിൽ യുദ്ധസമാനമായ സാഹചര്യം രൂക്ഷമായി തുടരുകയാണ്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കിൽ കഴിഞ്ഞ ദിവസം ശത്രു ഡ്രോണുകൾ പതിച്ചുണ്ടായ വൻ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇതിനിടെ കഴിഞ്ഞ 1 മണിക്കൂറിനുള്ളിൽ മാത്രം 3 തവണയാണ് കുവൈറ്റിൽ മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങിയത്. സൈന്യം, നാഷണൽ ഗാർഡ്, എണ്ണ കമ്പനികളിലെ അഗ്നിരക്ഷാ യൂണിറ്റുകൾ എന്നിവരുടെ പൂർണ്ണ പിന്തുണയോടെയാണ് ഫയർഫോഴ്സ് തീയണയ്ക്കാൻ ശ്രമിക്കുന്നത്. ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ വീണ് മറ്റ് 4 സ്ഥലങ്ങളിൽ കൂടി തീപിടുത്തമുണ്ടായെങ്കിലും അതെല്ലാം അടിയന്തര രക്ഷാപ്രവർത്തകർ നിയന്ത്രണ വിധേയമാക്കി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 20 ബാലിസ്റ്റിക് മിസൈലുകളും 9 ശത്രു ഡ്രോണുകളുമാണ് കുവൈറ്റിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കണ്ടെത്തിയത്. ഇതിൽ 13 മിസൈലുകളും 6 ഡ്രോണുകളും വ്യോമ പ്രതിരോധ സേന തകർത്തു. പ്രതിരോധം ഭേദിച്ചെത്തിയ 2 ഡ്രോണുകളാണ് വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കിൽ പതിച്ചത്. ആക്രമണത്തിൽ ഇതുവരെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം കുവൈറ്റിനു പുറമെ ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യത്തുടനീളം സമാനമായ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ബഹ്റൈനിലെ മുഹറക്ക് കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തം സിവിൽ ഡിഫൻസ് സംഘം പൂർണ്ണമായും അണച്ചു. UAE-യിലും സമാനമായി അപായ സൈറണുകൾ മുഴങ്ങി. രാജ്യത്തെ ഒട്ടുമിക്ക എണ്ണ സംഭരണശാലകളും സ്ഥിതി ചെയ്യുന്ന സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രവിശ്യ ലക്ഷ്യമാക്കി വന്ന 12ലധികം ഡ്രോണുകൾ തടഞ്ഞതായി സൗദി അറേബ്യയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 1-2 ഡ്രോണുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയാൽ പോലും അവയുണ്ടാക്കുന്ന നാശനഷ്ടങ്ങളുടെ വ്യാപ്തി വളരെ വലുതാണ്. തുടർച്ചയായ ഈ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കുവൈറ്റിലെ ഇറാൻ അംബാസിഡർ മുഹമ്മദ് തൗത്തോഞ്ചിയെ കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തി ഔദ്യോഗികമായി ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ഫെബ്രുവരി 28-ന് ഇറാൻ ആക്രമണം ആരംഭിച്ചതിന് ശേഷം ഇത് 3-ാം തവണയാണ് അംബാസിഡറെ വിളിച്ചു വരുത്തുന്നത്. സിവിലിയൻ കേന്ദ്രമായ വിമാനത്താവളത്തിന് നേരെയുള്ള ആക്രമണം അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനമാണെന്നും പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും മന്ത്രാലയം അപലപിച്ചു. UN ചാർട്ടറിലെ ആർട്ടിക്കിൾ 51 പ്രകാരം സ്വയം പ്രതിരോധിക്കാനുള്ള തങ്ങളുടെ അവകാശവും കുവൈറ്റ് ആവർത്തിച്ചു വ്യക്തമാക്കിയിട്ടുണ്ട്. യുദ്ധം തുടങ്ങി 4 ആഴ്ച പിന്നിടുമ്പോൾ മേഖലയിലെ സംഘർഷം കൂടുതൽ സങ്കീർണമാവുകയാണ്. ഫെബ്രുവരി 28-ന് ഇറാനുമേൽ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ആരംഭിച്ച ആക്രമണങ്ങൾക്ക് പിന്നാലെ അന്നത്തെ പരമോന്നത നേതാവ് അലി ഖമേനി ഉൾപ്പെടെ 1340-ലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്. ഇതിന് തിരിച്ചടിയായാണ് US സൈനിക താവളങ്ങളുള്ള ഗൾഫ് രാജ്യങ്ങൾക്കും ജോർദാൻ, ഇറാഖ്, ഇസ്രായേൽ എന്നീ രാജ്യങ്ങൾക്കും നേരെ ഇറാൻ നിരന്തരം ഡ്രോൺ, മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നത്. ഈ ആക്രമണങ്ങൾ വലിയ നാശനഷ്ടങ്ങൾക്കും ആഗോള വിപണിയിലും വ്യോമയാന മേഖലയിലും കടുത്ത പ്രതിസന്ധിക്കും കാരണമായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.